ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത് ടൈപ്പ് 3ൽ നിൽക്കുന്ന 4 ന്യൂ മോഡൽ സ്വിഫ്റ്റാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുള്ള വണ്ടികളാണ് നാല് വണ്ടിയും വ്യത്യസ്ത കളറിലാണുള്ളത്. പെട്രോൾ മാനുവൽ ഉണ്ട്, പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്, ഡീസൽ ഓട്ടോമാറ്റിക്കും ഉണ്ട്. 4 ടൈപ്പിലാണ് വണ്ടികളുള്ളത്. വേറെ മേജർ ആക്സിഡൻ്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടികളാണ്. അപ്പോൾ ടൈപ്പ് 3ലുള്ള സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്കും അതുപോലെ തന്നെ മാനുവലൊക്കെ ആരെങ്കിലുമൊക്കെ അന്വേഷിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് 4. ബാക്കി മൊത്തമുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത് തന്നെ വരുന്ന വണ്ടി ബ്ലൂ കളറിലുള്ള സ്വിഫ്റ്റാണ്. 2020 മോഡലാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിൽ 74,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പെട്രോളാണ്, പെട്രോൾ മാനുവലാണ്. VXi ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. VXi ആയതുകൊണ്ട് തന്നെ ബേസിക്കലുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് ഉണ്ടാവും. 1.2 പെട്രോൾ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 16-17 ലെവലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി. സീറ്റ് കവർ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ VXi ആയതുകൊണ്ട് തന്നെ ഫോട്ടോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സെൻട്രൽ ലോക്ക്, കമ്പനി സ്റ്റീരിയോ, ABS, എയർ ബാഗ് അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരും. ടയർ ഭാഗം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,80,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 5,30,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പം കേൽപ്പത്തിലാണ് വണ്ടി വരുന്നത്. മലപ്പുറം രജിസ്ട്രേഷനാണ് വണ്ടി നിലവിലുള്ളത്. അപ്പോൾ അടുത്ത വണ്ടി വരുന്നത് ഡീസലാണ്. ഡീസലിൽ ഓട്ടോമാറ്റിക്കാണ്. 2018 വണ്ടീൻ്റെ മോഡൽ വരുന്നത്. VDI ആണ് ഓപ്ഷൻ വരുന്നത്. AMT ആണ് വണ്ടീൻ്റെ ഗിയർ ബോക്സ് വരിക. ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 20 കിലോമീറ്ററിന് മേലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. വണ്ടിയാണ്, കേരള വണ്ടിയല്ല, നമ്പറായ വണ്ടിയാണ്. ഇൻ്റർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ പുതിയ സീറ്റ് കവർ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടീൻ്റെ ഓപ്ഷൻ VDI ആയതുകൊണ്ട് തന്നെ ബേസിക്കലുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. സെയിം ഫീച്ചേഴ്സ് തന്നെ വരിക. ഫോട്ടോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ അഡീഷണലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഒരു അലോയ് വീലും വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,30,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 4,20,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. ഡീസൽ ഓട്ടോമാറ്റിക്കലി ഏകദേശം 20 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ്. 89,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അടുത്ത വണ്ടി വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക്കാണ്. 2019 മോഡലാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിൽ 98,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസൊക്കെ വരുന്ന വണ്ടിയാണ്. VXi ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. VXiയിൽ AMT ആണ് വണ്ടീൻ്റെ ഗിയർ ബോക്സ് വരിക. പെട്രോളാണ്. പെട്രോൾ വണ്ടി അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 16-17 ലെവലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. ഇൻ്റർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ VXi ആയതുകൊണ്ട് തന്നെ സെയിം ഫീച്ചേഴ്സ് തന്നെ വണ്ടിക്ക് വരിക. പറഞ്ഞ വണ്ടിൻ്റെ ഗിയർ ബോക്സ് AMT ആണ് വരിക. ബാക്കിയെല്ലാം ബേസിക്കലുള്ള ഫീച്ചേഴ്സൊക്കെ വരും. എയർ ബാഗ്, ABS ഒക്കെ വരും. ടയർ ഭാഗം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,40,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 4,70,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. KL7 എറണാകുളം രജിസ്ട്രേഷനാണ് വണ്ടി നിലവിലുള്ളത്. അപ്പോൾ ലാസ്റ്റത്തെ വണ്ടി 2020 മോഡലാണ്. VXiയിൽ മാനുവലാണ്, പെട്രോളാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. VXi ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. പെട്രോൾ മാനുവൽ ആയതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 18-20 ലെവലിലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിൻ്റെ വണ്ടി. ഇൻ്റർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സെയിം ഫീച്ചേഴ്സ് തന്നെ വണ്ടി വരിക. VXi ആയതുകൊണ്ട് ഫോട്ടോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗ് കൺട്രോൾ, കമ്പനി സ്റ്റീരിയോ അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. ടയർ പുതിയ ടയറാണ്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,80,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 5,40,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിൽ ഈ 4 സ്വിഫ്റ്റ് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. 4 കളറിലാണ്. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്. രാമനാട്ടുകര അടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്.